മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. അതിങ്ങനെ പോവുകയാണ്: എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ച അതേ ദിവസം ആദ്യമായി സ്വന്തം ശബ്ദം ലോകത്തിന് നൽകാൻ തയ്യാറെടുത്തു. അതാ അതിന്റെ ഉപജ്ഞാതാവിന്റെ ശബ്ദം പുറം ലോകം കേൾക്കുന്നു. പ്രിയ സ്നേഹിതരെ, ബാല്യത്തിൽ ഞാൻ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അന്ന് ഞങ്ങളുടെ വികാരിയച്ഛൻ കൈകൾ വിരിച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഭൂമിയിലിരുന്ന് ദൈവത്തെ വിളിച്ചാൽ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുമോ? ഇന്ന് എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ദൈവത്തോട് നാം ഭൂമിയിൽ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും അത് കേൾക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഇതായിരുന്നു ആദ്യം റേഡിയോയിൽ ജനങ്ങൾ ശ്രവിച്ച മാർക്കോണിയുടെ സന്ദേശം. അതെ, ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്, നിങ്ങൾ വാക്കുകൾ മറക്കുക, അതിന്റെ ജീവൻ മറ്റു ഭാഷകളിലേക്ക് മാറ്റുക. തീർച്ചയായിട്ടും യെശയ്യാ പ്രവാചകന്റെ വാക്കുകളിലൂടെ തിരുവചനം പറയുന്നത്, എന്റെ വാക്ക് ഒരിക്കലും ഫലരഹിതമായി തിരിച്ചു വരില്ല. ദൈവത്തിന്റെ വചനത്തിന് വളരെ ശക്തിയുണ്ട്. ആ ശക്തി അതിജീവിക്കുവാൻ ഒന്നിനും സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി മനസ്സിലാക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ ശക്തിയായി മാറുവാൻ ഈ ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.